വെൽക്കം സായിറ. നാഗവരി ജയൻ സായിറ. ഇപ്പോൾ ഞാൻ വളരെ വളരെ സന്തോഷത്തിലാണ്. അതായത് നമ്മുടെ ഭാവിയെക്കുറിച്ച് ഒരുപാട് പേര് പറയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയ ശേഷം ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും സാധിച്ചു എന്ന് പറയുണ്ടായി. ഈ 2 ദിവസം മുമ്പ് ഒരു 5-6 സഹോദരിമാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ തൊട്ടാകലെ ഒരു വീട്ടിൽ വിശേഷത്തിന് വന്നതായിരുന്നു. അവർ സായി ഭക്തന്മാരാണ്. അപ്പോഴാണ് അവിടെ ആരോ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ സായിബാബ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ ശേഷം അവരിവിടെ വരികയായിരുന്നു. വന്നിട്ട് അവർ തൊഴുതു പോയി. അതായത് ഞങ്ങൾ വാടക വീട്ടിലാണ് ഇരിക്കുന്നത്, ഭഗവാനെ എങ്ങനെയെങ്കിലും എനിക്ക് ഒരു വീട് ആക്കിത്തരണേ എന്ന് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയായിരുന്നു. പറഞ്ഞ ശേഷം പിന്നെ അവർ പോകുകയും 6 മാസം ശേഷം അവരിപ്പോൾ വീട് കെട്ടി പാല് കാച്ചി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഭഗവാനെ കണ്ട് തൊഴുത് ആരതിയൊക്കെ എടുത്തിട്ട് പോവാ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് എന്ന് പറഞ്ഞ് അവർ വന്ന് പൂജിക്കുകയും ആരതി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആരതിയിൽ അവർ ആരതിയൊക്കെ എടുക്കുന്നത് വളരെ വളരെ സന്തോഷമുണ്ട്. അതേപോലെ തേങ്കുറിശ്ശി എന്നുള്ള പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് ഒരു ചേച്ചി വരികയും മകൾക്ക് കല്യാണം കഴിഞ്ഞ് 2 വർഷം ആയെന്നും പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഈ മെയ് 4-ാം തീയതി അവർക്ക് പിന്നെ പ്രസവത്തിന് വിളിച്ചിട്ട് വരികയും ഇതൊക്കെ ചെയ്യുകയുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ 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 സന്തോഷമുണ്ട്. നമ്മുടെ ഭാവിയെക്കുറിച്ച് ഓരോരുത്തരും ഞങ്ങൾക്കത് സാധിച്ചു ഇത് സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷത്തിലാണ്. ഇതൊക്കെയാണ് കേൾക്കാനാണ് ആഗ്രഹിച്ചത്. നമ്മൾ പൂജിക്കുന്ന ബാബയോട് അവർ വന്നു അവരുടെ എന്താണ് നേർച്ച, ആ നേർച്ച അവർക്ക് അത് ഫലിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സായിറാം. ഇതൊക്കെ തന്നെ ബാബ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ആരാധനയായാലും വലിയ ആരാധനയായാലും ദൈവസങ്കല്പം, ദൈവം എന്ന് പറയുന്നത് അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഭഗവാന് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് സന്തോഷത്തോടെ ചെയ്താൽ സ്വീകരിക്കുന്നതാണ് ഭഗവാൻ. പിന്നെ നമ്മളുടെ മനസ്സെങ്ങനെയാണോ അങ്ങനെയാണ് നമ്മളുടെ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നത്. മനസ്സ് എന്ത് വിചാരിക്കുന്നു അതാണ് പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലത് വിചാരിക്കുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക. ഭഗവാൻ എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാകുന്നതാണ്. പിന്നെ നമ്മൾ ഒരാളെ കുറ്റം പറയുന്നതായിരിക്കും. ഇങ്ങനെ കുറ്റം പറയും, നീ പറയും. നീ പറയുമ്പോൾ ഈ ഒരു വിരൽ മാത്രമാണ് നിന്നെ പറയുന്നത്. ബാക്കി ഈ 3 വിരൽ നോക്കൂ, ആരെ നോക്കുന്നു? നമ്മളെയാണ് നോക്കുന്നത്. അവരെ കുറ്റം എന്തൊക്കെയാണോ പറയുന്നത് അത് ഒന്ന് മാത്രമാണ് അവരെ പറയുന്നത്. ബാക്കി 3 എണ്ണം നീയായിരിക്കും. അത് കണ്ടില്ലേ? അതുകൊണ്ട് ആരെയും ഒന്നും പറയാതെ ഇരിക്കുക. നീ എന്നുള്ളത് നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ അപ്പടി ഇപ്പടി എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ ആരെ പറയുന്നു വെച്ചാൽ നമ്മളെയാണ് പറയുന്നത്. നോക്കൂ, 1 എണ്ണം അങ്ങോട്ടും 3 എണ്ണം ഇങ്ങോട്ടും. അതുകൊണ്ട് ആരെയും ഒന്നും പറയാതിരിക്കുക. നമ്മൾക്ക് പറ്റുന്നതും ഭഗവാനെ നാമം ജപിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ സംസാരിക്കുക, അമ്പലത്തിൽ പോകുക, നമ്മുടെ പിന്നെ കടമകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നീറ്റായി ചെയ്തിരിക്കണം. അമ്പലം പറഞ്ഞിട്ട് അമ്പലം മാത്രം പോയത് കൊണ്ടും ഭഗവാന്റെ കടാക്ഷം കിട്ടുന്നതല്ല. നമ്മളുടെ കടമകളുണ്ടാകും. മക്കൾ, ഭർത്താവ്, അമ്മ, അച്ഛൻ, അമ്മായിയമ്മ, അമ്മാനപ്പൻ അവരെയൊക്കെ നോക്കേണ്ട കാര്യങ്ങൾ, പിന്നെ വീട്ടുജോലികൾ, നമ്മളുടെ പാടമോ പറമ്പൊക്കെ ഉണ്ട് വെച്ചാൽ അത് നോക്കുക. എല്ലാം ചെയ്ത് കടമകളെല്ലാം ചെയ്തിരിക്കണം. നമ്മൾക്ക് ഒരുപാട് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾക്ക് ദേഹത്തിൽ എന്ത് ശക്തിയുണ്ടോ ആ ശക്തി വെറുതെ കളയാതെ ഉപയോഗപ്പെടുത്തുക. ആർക്കെങ്കിലും നല്ലതിനു വേണ്ടി നമ്മളെ പ്രവർത്തിക്കുക, നമ്മുടെ ശരീരം പ്രവർത്തിക്കുക, നമ്മളുടെ മനസ്സ് പ്രവർത്തിക്കുക, എല്ലാം ചെയ്യുക. അത്ര തന്നെ പറയാനുള്ളത്. സായിറാം. ഓം സായിറാം. ജയ് സായിറാം. ശ്രീ സായിറാം.